PG എക്സ്പ്ലോറിൻ്റെ പുതിയ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 3ാമത്തെ പാഠമായിട്ടുള്ള ശ്വസനവും വിസർജനവും എന്ന യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റാർട്ടിങ് പറയുമ്പോൾ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള മുഖ്യ ഘടകമാണ് എന്ത്? ഊർജം. നമ്മുടെ ഭൂമിയിലൊക്കെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളൊരു മുഖ്യ ഘടകമാണ് എന്ത്? ഊർജം അല്ലെങ്കിൽ എനർജി. പോഷക ഘടകമായ ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിക്കുമ്പോഴാണ് ജീവികൾക്ക് ഊർജം ലഭിക്കുന്നത്. ഊർജോൽപാദനത്തിന് ആവശ്യമായ ഓക്സിജനെ സ്വീകരിക്കുന്നതും ഊർജോൽപാദന ഫലമായിട്ട് രൂപപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതും ശ്വസന വ്യവസ്ഥയാണ്. അപ്പോൾ എന്താ? ഊർജോൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്ത് വേണം? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഈ ഓക്സിജനെ സ്വീകരിക്കുന്നതും ഊർജോൽപാദനത്തിന് ഫലമായിട്ട് എന്ത് രൂപപ്പെടും? കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതും എന്താണ്? ശ്വസന വ്യവസ്ഥയിലാണ്. ശ്വസന ഫലമായിട്ട് ഉണ്ടാകുന്നതും അല്ലാത്തതുമായ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നതിനാവശ്യമായ സംവിധാനങ്ങളും നമ്മുടെയൊക്കെ ശരീരത്തിൽ സജ്ജമാണ്. ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ശ്വസന വ്യവസ്ഥയും പിന്നെ ശ്വസന പ്രക്രിയകളുമാണ്. അതിൽ നമുക്ക് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ വെന്റിലേഷനിൽ വരുമ്പോൾ ഉച്ഛ്വാസം, നിശ്വാസം, പിന്നെ ആൽവിയോളർ വാതക വിനിമയം, പിന്നെ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ്റെ സംവഹനം, കോശ ശ്വസനത്തിൻ്റെ ഘട്ടങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം, ഹീമോഗ്ലോബിൻ, അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ മറ്റ് ജീവികളിലുള്ള ശ്വസനം, അമീബ, മണ്ണിര, മത്സ്യം തുടങ്ങിയവയിൽ, അതേപോലെ സസ്യങ്ങളിൽ അൺഎയറോബിക് ശ്വസനം, പിന്നെ വിസർജന ഭാഗങ്ങളും അതിൻ്റെ പ്രക്രിയകളും പഠിക്കുമ്പോൾ യൂറിയയുടെ നിർമ്മാണം, പിന്നെ വൃക്ക, നെഫ്രോണിൻ്റെ ഘടന, യൂറിൻ്റെ രൂപീകരണം, പിന്നെ വൃക്കകളുടെ ആരോഗ്യം, ഹീമോഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ, പിന്നെ വിസർജനം മറ്റ് ജീവികളിൽ എങ്ങനെയൊക്കെയാണ്, അതേപോലെ സമസ്ഥിതി പാലനം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്തുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണത്. ഇനി നമ്മളിതിൽ ആദ്യത്തെ ഇതായിട്ടുള്ള ശ്വസന വ്യവസ്ഥയും ശ്വസന പ്രക്രിയയും എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നിട്ടുണ്ട്, ലവോസിയറുടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. എന്താ ലവോസിയർ ചെയ്തത്? ചെറിയൊരു ബക്കറ്റിൽ ഗിനിപ്പന്നിയെ വെച്ചു. ഇതിനെ എന്ത് ചെയ്തു? ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെച്ചു. ഈ ഗിനിപ്പന്നിയെ വല കൊണ്ട് മൂടിയിട്ട് പുറമേ നിന്നുള്ള ചൂട് കൊണ്ട് ഐസ് ഉരുകാതിരിക്കാൻ നല്ല ഇൻസുലേഷനും മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ എന്ത് സംഭവിച്ചു? ഐസ് ഉരുക്കി. അപ്പോൾ ലവോസിയർ ഒരു നിഗമനത്തിലെത്തി. ഗിനിപ്പന്നിയുടെ ശരീരത്തിൽ ചൂടേറ്റിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള നിഗമനത്തിൽ ആര് വന്നു? ലവോസിയർ വന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജീവിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഗിനിപ്പന്നിയുടെ ശരീരത്തിൽ ചൂടേറ്റിട്ടാണ് എന്തുരുകിയത്? ഐസ് ഉരുകിയത്. അപ്പോൾ ലവോസിയറുടെ പരീക്ഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഇതിനായിട്ട് 80 കിലോ കലോറി ഊർജ്ജം ഉപയോഗിച്ചു എന്നാണ് ലവോസിയർ പറയുന്നത്. ഈ ഊർജ്ജം ലഭിച്ചത് എങ്ങനെയാണ്? ശ്വസനത്തിലൂടെയാണ്. ഒരു തടിക്കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജവും ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ്? ഒരു തടിക്കഷ്ണം കത്തുകയാണെങ്കിലും എന്താ സംഭവിക്കുന്നത്? ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജവും ഉണ്ടാവുന്നുണ്ട്. ഇനി നമ്മുടെ ശ്വസനത്തിൻ്റെ കാര്യം എടുത്താലോ? ശ്വസനത്തിലാണെങ്കിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഊർജം കിട്ടുന്നത്. അപ്പോൾ ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ തടിക്കഷ്ണം കത്തുമ്പോൾ തന്നെയാണ്. തടിക്കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയും, കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജമാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കോശശ്വസനത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നു. കോശശ്വസനത്തിൽ എങ്ങനെയാണ്? ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നു. ഇനി എന്താണ് ജ്വലനം? ഇന്ധനവും ഓക്സിജനും പ്രതിപ്രവർത്തിച്ച് താപോർജ്ജവും പ്രകാശോർജ്ജവും ഉൽപ്പാദിപ്പിക്കുന്ന രാസപ്രവർത്തനത്തെയാണ് ജ്വലനം എന്ന് പറയുന്നത്. ജ്വലനം അനിയന്ത്രിതമാണ്. നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല, അനിയന്ത്രിതമാണ്. ശ്വസനമാണെങ്കിലോ അത് നിയന്ത്രിതമാണ്. ശ്വസനം നിയന്ത്രിതമാണ്. ശ്വസനത്തിലെ ഇന്ധനം എന്താണ്? ഗ്ലൂക്കോസാണ്. ശ്വസനത്തിൽ ഇന്ധനം ഗ്ലൂക്കോസാണ്.
ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഇത് വിഘടിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നു. അതിനോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും ജലവും അതേപോലെ താപോർജ്ജവും ഉണ്ടാവുന്നു. എപ്പോൾ? ശ്വസനത്തിൽ. അപ്പോൾ ശ്വസനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, താപോർജ്ജം, പിന്നെ ATP. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, താപോർജ്ജം, പിന്നെ ATP. ഇനി ജ്വലനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ജ്വലനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പ്രകാശോർജ്ജം, താപോർജ്ജം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പ്രകാശോർജ്ജം, പിന്നെ താപോർജ്ജം. മനുഷ്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ അത്രയും ഓക്സിജൻ ആർക്ക് കിട്ടണം? കോശങ്ങൾക്ക് കിട്ടണം. ഇങ്ങനെ ആവശ്യമായ അത്രയും ഓക്സിജൻ കോശങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ശ്വസന പ്രതലം ആവശ്യമാണ്. അപ്പോൾ എന്താണ്? മനുഷ്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അത്രയും ഓക്സിജൻ കോശങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ശ്വസന പ്രതലത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം മനുഷ്യനിലെ ശ്വസന പ്രതലം ശ്വസനികളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിലുണ്ട്. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തര അറകളായിട്ടുള്ള ആൽവിയോലസുകളാണ് മനുഷ്യനിലെ ശ്വസന പ്രതലം. അപ്പോൾ മനുഷ്യനിലെ ശ്വസന പ്രതലം എന്താണ്? ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലമായിട്ടുള്ള സ്തര അറകളായ ആൽവിയോലസുകളാണ് മനുഷ്യനിലെ ശ്വസന പ്രതലം. ആൽവിയോലസുകളുടെ ഉപരിതലത്തിൽ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ആൽവിയോലസുകളിൽ വെച്ചിട്ടാണ്. ഇവ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആൽവിയോലസുകളുടെ ഉപരിതലത്തിൽ എന്തുണ്ട്? ധാരാളം രക്തലോമികകളുണ്ട്. ഇത് ഇലാസ്തികത ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അതേപോലെ വാതക വിനിമയം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ മൂക്കിലൂടെ നാസാരന്ധ്രങ്ങളിലൂടെ ശ്വാസം അല്ലെങ്കിൽ ഓക്സിജൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ആൽവിയോളസിലെത്തുന്നത്? നാസാരന്ധ്രങ്ങളിൽ വന്ന് നാസാഗഹ്വരത്തിൽ വന്ന് പിന്നെ ശ്വാസനാളത്തിൽ വന്ന് ശ്വസനിക ആൽവിയോളസ്. ഇങ്ങനെയാണ് ഓക്സിജൻ പോകുന്ന അതിൻ്റെ ഒരു പാത എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. വായു ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാസാഗഹ്വരാണ്. അതെന്താണ്? നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്നു. ഏത്? നാസാഗഹ്വരം നാസാദ്വാരത്തെയും ഗ്രസനിയെയും. പിന്നെ ശ്വാസനാളം എന്ന് പറയുമ്പോൾ C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ ഗ്രസനിയുടെ തുടർച്ചയുമാണ്. C ആകൃതിയാണ്, തരുണാസ്ഥി വലയങ്ങളാണ്, പിന്നെ നീണ്ട കുഴലാണ്, ഗ്രസനിയുടെ തുടർച്ചയാണ്. എന്ത്? ശ്വാസനാളം. ഇനി ശ്വസനി. എന്താണ് ശ്വസനി? ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകൾ. ഇതാണ് ശ്വസനി. ശ്വസനിയുടെ ശാഖയാണ് ആൽവിയോലസുകളിലേക്കാണ് തുറക്കുന്നത്. ശ്വസനികയിൽ നിന്ന് ആൽവിയോലസുകളിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ശ്വസനികളുടെ അഗ്രഭാഗത്താണ് ആൽവിയോലസ് കാണപ്പെടുന്നത്. ഇലാസ്തികതയുള്ള അതിലോല സ്തരാറകളാണ്. ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ 2 ശ്വാസകോശങ്ങളിലായി ഏകദേശം 70 കോടി ആൽവിയോലസുകളുണ്ട്. പിന്നെ ആൽവിയോലസുകൾ ഏകദേശം 70 മീറ്റർ പ്രതല വിസ്തീർണം ഉള്ളവയാണ്. ഇവ ശ്വസന പ്രതലത്തിലെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നുണ്ട്.